ഇന്നത്തെ യാത്രയ്ക്ക് ഇറങ്ങുന്നത് രാത്രി 8:30 മണിക്കാണ്. അപ്പം തന്നെ മനസ്സിലാവും ഈ അടുത്തേക്കൊന്നുമല്ല യാത്ര പോകുന്നത്, ഇത്രയും ദൂരെയാണ്. നേരെ വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരം കയറി വയനാട് പോയി അവിടെ നിന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റേക്കും കടന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. ഒറ്റയ്ക്കൊന്നുമല്ല യാത്ര, കൂടെ ഞങ്ങളുടെ പിള്ളേരും ഉണ്ട്. പക്ഷേ അവന്മാർ കാറിൽ വരാൻ എന്നെ എത്ര നിർബന്ധിച്ചാലും നടക്കൂല. എങ്ങനെ പോയാലും ഞാൻ ബൈക്ക് എടുക്കും. സുഹൃത്തുക്കളെ, ഞങ്ങൾ വയനാട് ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂടെ ജിറ്റസ് ദീപനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാസപുരിമേ ഡ്രൈവർ കാരണം അദ്ദേഹം നേരത്തെ എത്തി. ഞങ്ങൾ താമസിച്ചാണ് എത്തുന്നത്. ഇനി മുന്നോട്ടുള്ള യാത്രകളിൽ അയാളെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുവരെ കാണുന്നവരെ നന്ദി. പാട്ടൊന്നും വെക്കല്ലേ. കുന്നായ്മ പറയുമ്പോൾ ആളുടെ പേരാണ് കുര്യപ്പോസ്. നിങ്ങൾക്ക് കുന്നായ്മ വേണമെങ്കിൽ നിങ്ങൾ ഇവൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഞെക്കുക. അപ്പോൾ ഇറക്കുമ്പോൾ എല്ലാവരും കാണുന്നതായിരിക്കും. ഏതൊക്കെ സമയത്ത് ഇറക്കുന്നതാണ്, ഏത് കാലത്ത് ഇറക്കുന്നതാണ്. ഇനി എൻ്റെ വക എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യൊന്നും വേണ്ട, യുവമാരെന്നെ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെയും കാറിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണത് കാണുമ്പേ അയ്യോ സങ്കടം തന്നെ. പോടാ വണ്ടി എടുക്കും. ഞാൻ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല, പിന്നെ നിർത്തിമാരെ കാത്തിക്കേണ്ടി വരും. താമരശ്ശേരി ചുരം എത്തിയിട്ട് വേണം ഇത്തിരി ഉറങ്ങാൻ. ഇതേ അങ്ങനെ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. ഇരുട്ടായതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് കാണിക്കുക. ഇവന്മാർക്ക് സുഖമായിട്ട് കാറിൽ കിടന്നുറങ്ങാണ്, കൊതി വന്ന് കാറിൽ കിടന്നുറങ്ങാൻ. പക്ഷേ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഫീല് അത് വേറെ തന്നെയാണ്. ഇവർ കാറിൽ കയറിയവരെന്നെ എത്ര നിർബന്ധിച്ചു എന്നറിയോ. പക്ഷേ ഇതിൻ്റെ ഒരു സുഖം അറിയാവുന്നതുകൊണ്ട് തന്നെ, ആ ഒരു ബൈക്കിൽ പോകുന്ന ഫീൽ അറിയാവുന്നതുകൊണ്ട് തന്നെ പോകാൻ ഒട്ടും തോന്നിയില്ല. അങ്ങനെ താമരശ്ശേരി ചുരമൊക്കെയും കയറി മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം അതിരാവിലെ 2 മണി. ഇനി എന്തായാലും സൺറൈസ് വരെ സമയമുണ്ട്. കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിരിക്കാനും കാറി കിടന്നുറങ്ങാനൊക്കെ ആയിട്ട്. എത്ര പേര്? 1 2 3 4 5 6 9 പേര്. സെറ്റ്. അവൻ ടൈം ലാപ്സ് എടുക്കണേ. ഓക്കെ ഗൈസ്, അങ്ങനെ താമരശ്ശേരി ചുരത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് സൺറൈസും കണ്ടു. ഇനി നേരെ വയനാട്. തണുപ്പ് സഹിക്കാൻ പോയത് വണ്ടി കയറില്ലടാ. ഹെൽമെറ്റ് ആണോ? ഞാൻ പോട്ടെ. എൻ്റെ ബാഗും. അങ്ങനെ ദേ ഞങ്ങൾ വയനാട് കയറുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഈ 6 മണി 6:15 സമയത്ത് തന്നെ ഉണ്ട്. കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൈ ഇപ്പോഴേ തണുത്ത് വിറയ്ക്കുന്നുണ്ട്. എന്ത് സുന്ദരമായ വ്യൂ ആണെന്നറിയോ. ഈ കോടയ്ക്കും വന്ന് ആ ഒരു പ്രകൃതി ഭംഗി. കുറച്ചും കൂടി നീങ്ങുന്തോറും തണുപ്പ് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിച്ച് ഈ തണുത്ത കാറ്റിലേ കൊണ്ടുകൊണ്ടിരിക്കണേ. കൈയൊക്കെ ഇങ്ങനെ ഫ്രീസാവുന്ന അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ബ്രേക്ക് പിടിക്കാൻ പറ്റുമോ, ബ്രേക്ക് പിടിക്കാൻ പറ്റില്ലേ. കാരണം അത്രയ്ക്കും കോടയും ആ തണുപ്പൊക്കെ ഈ ഗ്ലൗസ് ഇല്ലാത്ത കയ്യിൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. റോഡൊക്കെ മൊത്തം മൂടലായി. ഇപ്പോൾ മുന്നിലുള്ള വണ്ടികൾ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മൂടലങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം എന്ന് വെച്ചാൽ തണുപ്പും കിടക്കുന്നുണ്ട്, ഈ മൂടലം വെച്ചൊന്നും കാണാനും പറ്റുന്നില്ല. പിന്നെ അങ്ങോട്ട് വണ്ടിയുടെ ഹസാർഡ് അങ്ങോട്ട് ഓണാക്കി. കാരണം എതിരെ തന്നെ വണ്ടികൾ നമ്മളെ കാണണ്ടേ. ആ തണുപ്പും സഹിച്ച്. പക്ഷെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ ഇത്രയ്ക്ക് മൂടലിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ. വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്തോറും കോടയുടെ അളവ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്.
ഇതുപോലെ ഈ തണുപ്പത്ത് ഇങ്ങനെ ഗതികെട്ട അവസ്ഥയിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാ. എന്താണ് വിളിച്ചേ? കേട്ടില്ല. ആഹാ, ഞാൻ മുന്നിലുണ്ട്. മേപ്പടി ജംഗ്ഷനിൽ ഓടിച്ചാ പോരെ? മേപ്പടിയിൽ ഓടിച്ചാ പോരെ? മേപ്പടി. ആ, ഞാനധികം കഴിഞ്ഞിട്ട് കുറേ പോയിണ്ടാവും. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, എൻ്റെ കൂടെ കാറിലുള്ളവർ എത്ര സുഖിച്ച യാത്രയുടെയെന്ന് ആലോചിക്കുമ്പേ അയ്യോ വിഷമം തോന്നുന്നു. ഇപ്പോഴും വയനാട് റൂട്ടിൽ കൂടെ പോകുമ്പോൾ പറ്റാവുന്നതും അതിരാവിലെ തന്നെ ആക്കാൻ നോക്കാം. കാരണം ഇതുപോലത്തെ വ്യൂ കിട്ടുന്നത് രാവിലെ മാത്രമായിരിക്കുള്ളൂ. കൈയൊക്കെ മരയിക്കുന്ന തണുപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആ തണുപ്പിന് തന്നെ ഒരു ചെറിയൊരു ശമനം വന്ന് സഹിക്കാൻ പറ്റാത്ത തണുപ്പ് മാറി ഒരു ആസ്വദിക്കുന്നൊരു തണുപ്പായി. ഇനി നേരെ എവിടെയെങ്കിലും പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റേ ചെയ്യുന്ന മുറിയിലേക്ക്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്ക് തിരിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ പോകണം, ഒന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞ് നേരെ 900 കണ്ടിയിലേക്ക് പോകണം. ആർക്കാ ഭ്രാന്ത്? എനിക്ക് എവിടേക്കാണ് പോകണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പെട്രോൾ അടിക്കാളിയാ ഒന്ന് ഒരുമിച്ച് അടയ്ക്കാം. അടിച്ചാ ഫുള്ളാണോ? ഞാനൊരു കുറച്ച് അടിക്കട്ടെ. ഓക്കേ, അടിക്കട്ടെ. നിക്ക് അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള വീട് ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഇന്നത്തെ സ്റ്റേ. ഇവിടെ പെട്ടെന്നൊന്ന് ഫ്രഷായി നേരെ നമ്മൾ 900 കണ്ടിയിലേക്ക് പോവാണ്. ഇനി 900 കണ്ടിയിലേക്ക് പോകുന്ന രസകരമായ ജീപ്പ് ട്രക്കിംഗ് വീഡിയോയും
അതുപോലെ തന്നെ മസനഗുഡി വഴി ഊട്ടി പോകുന്ന ആ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ഉള്ളൊരു യാത്രയുടെയും വീഡിയോ ആണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വരെ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.